വിശ്വകർമ്മജരെ എല്ലാ മുന്നണികളും അവഗണിക്കുന്നു എന്ന പരാതിയുമായാണ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി വാർത്താസമ്മേളനം നടത്തിയത്. തീർച്ചയായും കേരളത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് വിശ്വകർമ്മജർ. വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി എന്ന വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ആത്മീയ ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സമിതിയാണ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി. ഭാരതത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി, അവസര സമത്വം, ഭരണപങ്കാളിത്തം എന്നിവ വിശ്വകർമ്മ സമൂഹത്തിൽ നിന്ന് ഏതാണ്ട് 30 വർഷക്കാലത്തോളമായി അന്യം നിന്ന് പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നിങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇടത് വലത് BJP മുന്നണികൾ ഒരു 30 വർഷക്കാലത്തോളം നിയമസഭയിൽ വിശ്വകർമ്മജന പങ്കാളിത്തമില്ലാതെ വിശ്വകർമ്മജരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ 140 സാമാജികരും ഉണ്ടായിട്ടും ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. ലോകത്തിന്, ഭാരതത്തിന് വിവിധ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് വിശ്വകർമ്മ സമൂഹം. നിങ്ങളുടെ എല്ലാം വീടുകളിലെല്ലാം ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനെല്ലാം അത് വിശ്വകർമ്മജൻ്റെ ഒരു സ്പർശമേക്കാത്ത ഒരു സംഭവം പോലും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ആ സമൂഹത്തെ ഇത്രയേറെ ഭരണപങ്കാളിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് എന്താണ് കാരണം? നമുക്കറിയാം, പല ഇന്നത്തെ രാഷ്ട്രീയ നിയമത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ 1, 2, 3, 4 സമാജങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവസര സമത്വവും ഭരണപങ്കാളിത്തവും എല്ലാം അവർക്ക് അന്യമാണ്. ഏതാണ്ട് ഈ 4 വിഭാഗങ്ങളാണ് നിയമസഭയിൽ 3.5 കോടി ജനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു വിഷയം, 6 അക്കത്തിന് മുകളിൽ ജനസംഖ്യയില്ലാത്ത ആ സമാജത്തിനും 1, 2 മന്ത്രിമാരാണ്. ഇന്ന് കേരളത്തിലെ വിശ്വകർമ്മജരാകട്ടെ, ഏതാണ്ട് 40 ലക്ഷം വരുന്ന വിശ്വകർമ്മജർക്ക് നിയമസഭയിൽ പങ്കാളിത്തമില്ലാതെയായിട്ട് ഏതാണ്ട് 30 വർഷക്കാലമായി. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറയണ കേട്ടു, നിങ്ങളെല്ലാം വാർത്ത കൊടുത്തതാണ്. പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ മത്സരിക്കാത്ത നേതാക്കന്മാരെ നിയമസഭയിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടരുത് എന്ന്. സത്യമാണ്. എന്താണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ മത്സരിക്കുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു, അവർ തന്നെ നിയമസഭയിൽ മതി എന്നല്ലേ ശരിക്കും? അതിനെ ആരും ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളൊന്നും വളരെ കാര്യമായിട്ടെടുത്തില്ല. പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരേണ്ടതല്ലേ? എല്ലാ ജനസമൂഹത്തിനും ഭരണപങ്കാളിത്തം ആവശ്യമില്ലേ? ഈ 1, 2, 3, 4 സമാജങ്ങൾക്ക് മാത്രം ഭരണപങ്കാളിത്തവും തുല്യനീതിയും അവസര സമത്വവും മതിയോ? കഴിഞ്ഞ BJPയുടെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഏതാണ്ട് 28,000-ഓളം സീറ്റുകളിൽ അവർ മത്സരിച്ചു. ഒരു സമാജം മത്സരിച്ചത് 9,700 പേരാണ്. സമാജം ഏതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ശരിയല്ലേ? ഇതാണോ തുല്യനീതി, അവസര സമത്വം? അപ്പം ഈ 1, 2, 3, 4 കഴിഞ്ഞിട്ടുള്ള ഈ സമാജങ്ങൾക്കെല്ലാം ഇവിടെ അധികാരമോ ഭരണപങ്കാളിത്തവും ആവശ്യമില്ലേ? പ്രത്യേകിച്ച് വിശ്വകർമ്മജന് ആവശ്യമില്ലേ? LDF ആകട്ടെ, അവർ പറയുന്നത് വർഗീയ മതേതരത്വം പറയുകയും വർഗീയ കക്ഷികളെ പിൻവാതിലിലൂടെ, അതുപോലെ ചില മത അധ്യക്ഷന്മാരെ ചർച്ച നടത്തി അധികാരം ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവിടെയും തുല്യ പങ്കാളിത്തമാണോ നടക്കപ്പെടുന്നത്?
വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയും വിശ്വകർമ്മ സമൂഹവും ആവശ്യപ്പെടുന്നത് ഈ കേരളത്തിലെ എല്ലാ സമാജങ്ങൾക്കും അർഹമായ പരിഗണന ലഭിക്കണം, ഭരണപങ്കാളിത്തം ഉറപ്പാക്കണം. അത് നമ്മുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ആചാര്യസമിതിയോ വിശ്വകർമ്മത്തിനോ പറയുന്നതല്ല. എല്ലാവർക്കും തുല്യനീതി ലഭിക്കത്ത രീതിയിൽ നിയമസഭയിൽ പങ്കാളിത്തമുണ്ടാകുന്ന രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടി വിശ്വകർമ്മജര് ആവശ്യപ്പെടുകയാണ്. അതല്ല മറിച്ചാണ് നടക്കുന്നതെങ്കിൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജർക്ക് 3 പാർട്ടികളും 3 മുന്നണികളും വിശ്വകർമ്മജരെ പരിഗണിക്കുന്നില്ല എങ്കിൽ 1, 2, 3, 4 വിഭാഗങ്ങൾ കഴിഞ്ഞിട്ടുള്ള അസംഘടിതരായ സമാജത്തെ എല്ലാം കൂട്ടിച്ചേർന്ന് പിടിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി വിശ്വകർമ്മ സമൂഹം തയ്യാറാവുകയാണ്. അത് വലിയൊരു മാറ്റത്തെ സൃഷ്ടിക്കപ്പെടും. കാരണം ഒട്ടനവധി സമാജങ്ങൾ ഛിന്ന ഭിന്നമായി ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജരെ അർഹമായ പരിഗണന 3 മുന്നണികളും നൽകിയില്ല എങ്കിൽ വിശ്വകർമ്മജർക്ക് 10,000-ൽ കൂടുതൽ അംഗബലമുള്ള വോട്ടുകളുള്ള നിയോജക മണ്ഡലങ്ങളിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുവാൻ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയും വിശ്വകർമ്മജരും തയ്യാറായിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആചാര്യസമിതി സംസ്ഥാന അധ്യക്ഷൻ ആചാര്യ കെ ബി സുരേഷ്, രക്ഷാധികാരി ദണ്ഡിസ്വാമി സാധുകൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ ബൈക്കത്തുശ്ശേരി, ട്രഷറർ ആചാര്യ രാജു പാനായിക്കുളം, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ വിശ്വനാഥൻ അമ്പാടി, ഉണ്ണിക്കുട്ടൻ തിരുവനന്തപുരം, കരമന ബാലകൃഷ്ണൻ എന്നിവർ.